സാർ, ഭാസ്കരൻ ലൈനിലുണ്ട്. എടോ, ഞാൻ ഈ മണ്ഡലത്തിലെ ഇല്ലെന്ന് ആൾക്കാര് പറയുന്നെന്ന് താനല്ലേ പറഞ്ഞുകൊണ്ട് നടന്നത്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ വെറൈറ്റി ആയിട്ടൊരു പദ്ധതി ആസൂത്രണം ചെയ്യാന്ന് തീരുമാനിച്ചത്. എന്നിട്ടും ഒരുത്തന്റെ സഹകരണം ഇല്ലല്ലോ. പക്ഷേ ആരുടെ സഹകരണം ഇല്ലെങ്കിലും എനിക്കൊരു ചുക്കും ഇല്ലടോ. ഞാനിത് ഭംഗിയായി നടത്തുന്നത് തനിക്ക് കാണണോ? പുഷ്കറിനോ? സാറ് വിളിച്ചെന്ന് പറഞ്ഞപ്പോഴേ ഭയങ്കര സന്തോഷമായി സാറേ. എത്രയും കാലത്തിന് ശേഷം ഒരു പൊളിറ്റിക്കലായിട്ടുള്ള ഒരു കൊട്ടേഷൻ കിട്ടുന്നത്. ഞാൻ എന്റെ ഭാര്യ അടുത്ത് പറയുകയും ചെയ്തു സാർ. പറ സാർ, ആരെയാണ് തട്ടേണ്ടത്? സാർ, കൈബോംബാണോ അതോ നാടൻ കത്തി കൊണ്ടുള്ള പ്രയോഗം വേണോ? എന്റെ പുഷ്കര, നമ്മളിപ്പോ അതൊക്കെ അന്യ സംസ്ഥാന തൊഴിലാളികളെ ഏൽപ്പിച്ചിരിക്കല്ലേ. അയ്യോ സാർ, അപ്പൊ നമ്മളൊക്കെ എന്ത് പണി ചെയ്യും സാറേ? എടോ, ഒരു ബീഹാറിയെയോ ബംഗാളിയെയോ ഒരു പണി ഏൽപ്പിച്ചാൽ അവനത് പുല്ല് പോലെ ചെയ്തേച്ചു വരും. ആ പൊട്ടന്മാർക്ക് നമ്മുടെ ആൾക്കാരുടെ വീടേതാ മറ്റവന്മാരുടെ വീടേതാ ഇതൊന്നും അറിയില്ലല്ലോ. കൊടുത്ത ബോംബ് അവന്മാരെല്ലായിടത്തും എറിഞ്ഞ് പൊട്ടിച്ചേച്ചും വരും. അതൊക്കെ മോശമല്ലേ സാറേ? അവിടെയാണോ കളി? അപ്പൊ അവരുടെ കടകൾ എറിഞ്ഞു തകർക്കുമ്പോ പകരം വീട്ടി നമ്മുടെ കടകൾ തകർത്തതാണെന്ന് അവരും, നേരെ തിരിച്ചാണെന്ന് നമ്മളും പ്രസ്താവന ഇറക്കും. പിന്നെ പ്രതിഷേധ പ്രകടനം, കേസ്, ജാഥ, നിരോധനാജ്ഞ. എന്നാലും നമ്മളെ മലയാളികൾക്കുള്ള ബുദ്ധി ബീഹാറിയും ബംഗാളിക്കൊക്കെ കാണാം സാറേ. ബുദ്ധിയൊക്കെ നമ്മുടെ തന്നെ, അതിൽ പ്രശ്നമൊന്നുമില്ല. പക്ഷെ ഏറ്റവും പ്രധാനം നമുക്കൊരു സെന്റിമെന്റ്സ് കാണുമല്ലോ. ഉദാഹരണത്തിന് പുഷ്കരനെ ഞാൻ ഒരു കൊട്ടേഷൻ ഏൽപ്പിക്കുന്നു വിചാരിക്കുക. പുഷ്കരന്റെ അടുത്ത സുഹൃത്തിന്റെ കട ബോംബിട്ട് തകർക്കാൻ. പുഷ്കരന് അത് ചെയ്യാൻ പറ്റൂ? സെന്റിമെന്റ്. മറ്റവന്മാർക്ക് അതില്ല. അവന്മാര് കാശ് കൊടുത്താൽ എന്റെ വീട് വേണേലും അടിച്ചു തകർക്കും. ഓ, അത് ശരിയാ സാറേ. അല്ല, സാർ ഇപ്പൊ എന്നെ വരാൻ പറഞ്ഞത്? പുഷ്കര, താനിങ്ങനെ കണ്ടവരുടെ കൈയും കാലും ഒക്കെ തല്ലിയൊടിച്ച് നടന്നാ മതിയോ? പുഷ്കറിനും വേണ്ടേ ഒരു ചേഞ്ചൊക്കെ? വേണമെന്നുണ്ട് സാറേ, പക്ഷെ ജീവിക്കണ്ടേ, അതാ പ്രശ്നം. അതൊക്കെ നമുക്ക് ശരിയാക്കാം. താൻ എനിക്കൊരു സഹായം ചെയ്യണം. സാർ പറ സാറേ, ഞാൻ എന്ത് ചെയ്യണം? സംഗതി ഇത്രയേ ഉള്ളൂ. ചേരികളിൽ താമസിക്കുന്ന പാവപ്പെട്ട കുട്ടികൾക്ക് വേണ്ടി വസ്ത്രങ്ങളും ഭക്ഷണവും നൽകി ഒരു പരിപാടി ആസൂത്രണം ചെയ്യാൻ എനിക്കൊരു പ്ലാനുണ്ട്. അയ്യോ, അതൊക്കെ നല്ല പരിപാടിയല്ലേ സാറേ. അതിനിപ്പോ ഞാൻ എന്ത് ചെയ്യാൻ? അതിപ്പോ എനിക്ക് നിസാര ചെലവേ ഉള്ളൂ. പക്ഷേ ശിശുദിനത്തിന് ഇത് നൽകുമ്പോൾ എന്റെ മൈലേജ് വല്ലാതങ്ങ് കൂടും. അറിയാലോ, MLA സ്ഥാനമൊക്കെ സ്വപ്നം കണ്ട് മനപ്പായസം കുടിച്ചവന്മാരൊക്കെ പലരും ഇന്ന് പാർട്ടിക്കകത്തുണ്ട്. ഇതുപോലുള്ള പരിപാടികളൊക്കെ എന്റെ ഇമേജ് ഉയർത്തുമെന്ന് പറഞ്ഞ് അവന്മാരൊക്കെ താല്പര്യമില്ലാതെ മാറി നിൽക്കുക. അല്ല സാറേ, ഈ അണികളൊക്കെ ഉള്ളപ്പം സാറിനെന്താ പ്രയാസം? എടോ, അണികൾക്കൊന്നും ഇതിലൊന്നും യാതൊരു താല്പര്യമില്ല. എനിക്ക് പേരുണ്ടാക്കാൻ വെയില് കൊള്ളാനായിട്ട് അവന്മാർക്ക് വയ്യ. ഫംഗ്ഷൻ നടക്കുന്ന സമയത്ത് കൂടെ നിന്ന് ഫോട്ടോ എടുക്കാനൊക്കെ വലിയ താല്പര്യമായ തെണ്ടികൾക്ക്. എന്നാലോ മേലനകി ഒന്നും ചെയ്യത്തില്ല. അതിനു വേണ്ടിയാ തന്നെ വിളിച്ചത്. മനസ്സിലായില്ല സാർ. തെരുവുകളിൽ അന്തിയുറങ്ങുന്ന നാടോടി കുട്ടികൾക്ക് ഭക്ഷണവും വസ്ത്രവും വിതരണം ചെയ്യുന്ന MLA എന്ന പേരിൽ ചാനലുകളിൽ തിളങ്ങണമെങ്കിൽ കാര്യം ചെയ്തു. നാടോടി കുട്ടികളെ താൻ എനിക്ക് സംഘടിപ്പിച്ചു തരണം. അതിനെന്താ സാറേ പ്രയാസം? നമ്മുടെ പാർട്ടിക്കാര് നാടോടികളുടെ പിന്നാലെ പോയി പിള്ളേരെ സംഘടിപ്പിക്കാൻ ശ്രമിച്ചപ്പോ അവന്മാരൊക്കെ അവിടെ നിന്ന് മുങ്ങിക്കളഞ്ഞു എന്നാ പറയുന്നേ. താൻ എവിടെ നിന്നായാലും പിള്ളേരെ എനിക്ക് രാവിലെ എത്തിച്ചു തരണം. ഇല്ലെങ്കിൽ പരിപാടി കുളമാകും. സാറേ, ഞാൻ ഏറ്റു സാറേ. ഇതൊക്കെ പുഷ്കരനെ വേറെ പുഷ്പമാണ് സാറേ. അല്ല സാറേ, ഞാൻ പോണെങ്കിൽ എനിക്ക് തനിക്ക് എത്ര രൂപ വേണമെന്ന് വെച്ചാ ആ പിയുടെ വാങ്ങിച്ചോ. ഓക്കെ സാർ. ഓക്കെ സാർ, താങ്ക്സ്. നമസ്കാരം സാർ. அப்பா ஊருக்கு எப்ப போனப்பா? நெக்ஸ்ட் வீக் போலாங்கண்ணா. அப்பா எனக்கு மொபைல் போன் வேணாப்பா. எதுக்கு? கேம் பண்ணனப்பா. போடா, கேமா மொபைலோ ஒன்றும் பண்ண முடியாதே. பழனிசாமி,
ആ സൗഖ്യമാ ஆமா சௌக்கிய ആ சார் പിന്നെ എന്റെ വീട്ടിലെ കുറച്ച് കത്തി കൊടുവാളൊക്കെ ഇരിപ്പുണ്ട് വാങ്ങോ എടുത്തിട്ട് പോവുമാ കേട്ടാ ഓക്കെ நாளைக்கு வரேன் சார் എന്നാ இன்னைக்கு அர்ஜென்டா ஒரு காரியம் இருக்கு ஆமா ஓகே ஓகே நோ ப்ராப்ளம் அண்ணா இந்த குழந்தைகளை தருமா என்ன சார் இது குழந்தைகளை தருவா നമ്മൾ എംഎൽഎ സാറ് വീട്ടില് ഫ്രീ ആയിട്ട് ഡ്രസ് ഫുഡ് എല്ലാമേ കൊടുത്തരും വാങ്ങ രണ്ടുപേരും ஐயோ சாமி ஒண்ணுமே வேண்டாம் എന്നാ இந்த குழந்தைகளை தர முடியாதே പളനിസ്വാമി നമുക്ക് ഫ്രീ ആയിട്ട് ഡ്രസ്സും ഫുഡും എല്ലാം കിടത്തരും പിന്നെന്താ പ്രശ്നം குழந்தைகளை தராதே சார் ஃப்ரீ ட்ரெஸ் ஃப்ரீ ஃபுட் ஒண்ணுமே வேண்டாம் சார் നീ തരൂരടാ തമിഴ് നണ്ടി നാട് മുഴുവൻ തെണ്ടി നടന്നിട്ട് എംഎൽഎക്ക് പേരെടുക്കാൻ വേണ്ടി രണ്ട് കുട്ടികളെ തരാൻ പറഞ്ഞപ്പം നിന്നെ കൊണ്ട് പറ്റുന്ന തെണ്ടി നിന്നെ என் குழந்தைகளை உன்னை விட மாட்டேன் யாரடா நீ இரட்டு பையிலே ചവിട്ട് കൂട്ടണം സാർ ചവിട്ട് കൂട്ടണം നാട്ടിലെങ്ങ് കുട്ടികളെ തട്ടിക്കൊണ്ടുപോകുന്ന വാർത്ത പെരുകുന്ന കാലത്ത് കൊന്നത്തടിയിലും അത്തരമൊരു വാർത്ത. ടൗണിൽ ആക്രി കച്ചവടം ചെയ്യുന്ന പളനിസ്വാമിയുടെ 2 കുട്ടികളെയും കുപ്രസിദ്ധ ഗുണ്ട പുഷ്കരൻ തട്ടിക്കൊണ്ടു പോകാൻ ശ്രമിച്ചതായി പരാതി. കുട്ടികളുടെ പിതാവ് പളനിസ്വാമി നാട്ടുകാരുടെ സഹായത്തോടെ പുഷ്കരനിൽ നിന്നും കുട്ടികളെ വീണ്ടെടുത്തു. ഇത്തരം പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ഗുണ്ടകളെ ഒരു പാഠം പഠിപ്പിക്കണമെന്ന് MLA പ്രതികരിച്ചു. ആരായി നീ സ്റ്റൂളുകാരൻ ആന്നറിയണല്ലോ. ആരുടെ എന്റെ ഭാര്യയുടെ ഫോണിൽ മിസ് കോൾ അടിക്കുന്നത്? നിനക്കൊന്നും അമ്മമ്മേങ്കന്മാരില്ലടാ. സാറേ, ഞാൻ പോസ്റ്റ് ഓഫീസിലെ ആദ്യ ഏജന്റ് ഭാമയാ. അയ്യോ, ഭാമയായിരുന്നോ? സോറി കേട്ടോ. കുഴപ്പമില്ല. 3 പ്രാവശ്യം അടുപ്പിച്ച് മിസ്ഡ് അടിച്ച ആടിയുടെ കാശെടുത്ത് വെക്കാന്ന് ചേച്ചി പറഞ്ഞിരുന്നു. അയ്യോ, ഞാൻ കരുതി ഏതോ തെണ്ടിയായിരിക്കുമെന്ന്. അല്ല, എന്തൊക്കെയുണ്ട് ഭാവി വിശേഷങ്ങള്? മക്കളൊക്കെ നന്നായിട്ട് പഠിക്കുന്നുണ്ടോ? അയ്യോ, കട്ടായോ? നീ ഏതൊക്കെ നമ്പരിന്നാ വിളിക്കുന്നെന്ന് അറിയണമല്ലോ. ഈ സ്ഥിരം നമ്പരിന്ന് ഇടയ്ക്കിടയ്ക്ക് അരമണിക്കൂർ കൂടുമ്പോ ഒരു വിളിയുണ്ടല്ലോ. എന്തൊരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ആണല്ലോ. ഈ തെണ്ടി ആരാണെന്ന് അറിഞ്ഞിട്ട് എന്റെ മേൽ കാര്യം. 9447 ചേട്ടാ, എന്താ ഇത്? എന്റെ ഫോൺ പരിശോധിക്കരുതെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ? ഞാൻ പരിശോധിക്കോടി. നീ എന്തോ ചെയ്യും? നിന്റെ പോലീസുകളെയൊക്കെ അങ്ങ്. ഇവിടെ ഞാൻ ആ പോലീസ്. എനിക്കിപ്പോ അറിയണം ഏവനാണ് നിന്നെ അരമണിക്കൂർ കൂടുമ്പോ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വിളിക്കുന്നത്. എന്നെയോ? അരമണിക്കൂർ കൂടുമ്പോഴോ? ചേട്ടാ, ചുമ്മാ അപവാദം പറയരുത് കേട്ടോ. നോക്കടി, നീ നോക്കടി. എന്റെ ചേട്ടാ, ഇത് കമ്പനിയുടെ കസ്റ്റമർ കെയർ നമ്പറാ. ആ നമ്പറിൽ നിന്ന് എന്നെ വിളിക്കുന്നത്. വിശ്വാസമായില്ലെങ്കിൽ ഒന്ന് അറ്റൻഡ് ചെയ്ത് നോക്ക്. ഹലോ, ഈ ഗാനം കോളർ ട്യൂണായി സെറ്റ് ചെയ്യാൻ വെറും 39 രൂപ മാത്രം. എന്റെ ചേട്ടാ, ചുമ്മാ ഇങ്ങനെ വെറുതെ ഇരിക്കുന്നത് കൊണ്ടാ ഇങ്ങനെയൊക്കെ തോന്നുന്നത്. വെറുതെ എങ്കിലും ഒന്ന് കോടതിയിലോ ഇൻഷുറൻസിന് ക്യാൻവാസ് ചെയ്യാനോ ഒന്ന് പോ ചേട്ടാ. അയ്യോ, ഇപ്പഴാ ഞാനൊരു കാര്യം ഓർത്തത്. ഇൻഷുറൻസിന്റെ ടാർജറ്റ് തയ്ക്കാനേ ഈ മാസം ഇനി 3 പോളിസി കൊണ്ട് അടുപ്പിക്കണം. ഓ, ഞാനിപ്പോ ആരെ ഒന്ന് പിടിക്കാം. എടി, നീ ഒന്ന് ഉത്സാഹിക്കടി. ഞാനിങ്ങനെ പോലീസുകാരൊന്നും ചേർക്കടി. പോലീസുകാര് അങ്ങോട്ടല്ലാണ്ട് ഒരൊറ്റ കാശി ഇങ്ങോട്ടെടുക്കാത്ത പാർട്ടിക്കാരാ ഈ പോലീസുകാര്. ആ, ഒരാളുണ്ട്. ചുമ്മാ ഒന്ന് സോപ്പിട്ട് നോക്കാം. ആരടി? നീ സോപ്പിട്ട കാശ് തരുന്നോ? ഞാനാടി. ഓ, സംശയരോഗി, ഇത് അവനല്ല, അവളാ. തെറ്റിദ്ധരിച്ചു പോയി കേട്ടോ. സാറേ, ഞാനൊരല്പം ലേറ്റ് ആവുവേ. നമ്മുടെ SIയുടെ വീട്ടിൽ നിന്ന് ഒരു പേപ്പർ എടുക്കാനുണ്ട്. പേപ്പർ നീട്ട് ഞാൻ സ്റ്റേഷനിൽ വിചാരിക്കും വല്ല ഔദ്യോഗിക പേപ്പറോ മറ്റോ ആയിരിക്കുമെന്ന്. ഇൻഷുറൻസ് പോളിസിയും ഒരു പേപ്പറാണെന്ന് നമുക്കല്ലേ അറിയൂ. ആരാ? SI സാറിന്റെ അമ്മയാണല്ലേ? അതേ ലുക്ക്. അമ്മയാണെന്ന് പറയത്തേ ഇല്ല, ചേച്ചിയാണെന്നേ പറയൂ. സുഖിപ്പിച്ചതൊക്കെ മതി. നിന്ന് പാചകം അടിക്കാതെ ആരാന്ന് പറ. ഞാൻ ഷീല, സാറിന്റെ സ്റ്റേഷനിൽ സിവിൽ പോലീസ് ഓഫീസറാ. എന്ത് വേണം? ചേച്ചി ഒന്ന് കാണാനാ. ചേച്ചി,
ചേച്ചി ഡേയ്, ഞാൻ വിളിക്കും. ഡേയ്, ദാ നിന്നെ ഒരാൾ കാണാൻ വന്നിരിക്കുന്നു. അയ്യോ, ആരാ ഇത്? സിനിമാ നടി ഷീലയോ? നടിയോ? എവളോ? എടി കൊച്ച, ഇത്രയും വലിയൊരു നടിയുടെ പേര് കളയല്ലേ. ഈ അമ്മയുടെ ഒരു കാര്യം രാവിലെ തന്നെ കയറി ഉടക്കും. അമ്മയ്ക്ക് ഇന്ന് ഹോസ്പിറ്റലിൽ പോകണ്ടേ? കുളിച്ച് റെഡിയാവുന്നേ. അയ്യോ, ഇപ്പോഴാ ഞാൻ ആ കാര്യം ഓർത്തത്. ഷീലവാ ഇരിക്കു ഷീലേ. ഇതെന്താ ചേച്ചി മുഖത്ത്? ഫേസ് പാക്കാ. ആഹാ. പച്ചമഞ്ഞൾ അരച്ച് പുരട്ടിയിരിക്കുക. ആണോ? ഇതൊക്കെ എന്തിനാ ചേച്ചി? അല്ലേലും ചേച്ചി എന്ത് സുന്ദരിയാ. ആണോ? എല്ലാവരും പറയുവാ. ഞാൻ ഇന്നലെ എന്റെ ഫോട്ടോ ഫേസ്ബുക്കിൽ ഇട്ടപ്പോ ഏത് ഫിലിമിലാ ഇപ്പൊ അഭിനയിക്കുന്നെന്ന് ആൾക്കാർ ചോദിക്കുന്നത്. അതെ അതെ, അത് സൂപ്പർ പിക്ചർ ആയിരുന്നു ചേച്ചി. അതിന് 2.5 കിലോ ലൈക്കും 900 കമന്റ്സും കിട്ടിയില്ലേ ഫേസ്ബുക്കില്? അയ്യോ, ഇതൊക്കെ ഷീല നോക്കി വെച്ചേക്കാണോ? എന്തോരം കമന്റാ ഷീലേ, സഹിക്കാൻ പറ്റത്തില്ല. അത്രയ്ക്ക് ഗംഭീര. ചേച്ചി ഇപ്പൊ FB-ൽ ഒരു സെലിബ്രിറ്റി അല്ലേ? താങ്ക് യു ഷീല, താങ്ക് യു. പിന്നെ ഇത് എന്നോട് മാത്രം പറഞ്ഞാ പോരാ, നിങ്ങളുടെ SIയോടും കൂടി ഒന്ന് പറഞ്ഞേക്കണം കേട്ടോ. പിന്നെ പറയാറുണ്ട് ചേച്ചി. പിന്നെ ചേച്ചി സുരേഷ് ഗോപി ഫാൻസിന്റെ അഖിലേന്ത്യാ പ്രസിഡന്റ് ആകാൻ പോകുന്ന കാര്യം സാറ് പറഞ്ഞിരുന്നല്ലോ. അതും പറഞ്ഞോ? പിന്നെ ഈ ചേട്ടന്റെ ഒരു കാര്യം സുരേഷ് ഗോപി നേരിട്ട് വിളിച്ച് പറയുമ്പോ നമുക്ക് എതിർക്കാൻ പറ്റുമോ? ഞാൻ നോക്കാന്നേ പറഞ്ഞുള്ളൂ, ഉറപ്പൊന്നും പറഞ്ഞിട്ടില്ല. അല്ല, ഈ സുരേഷ് ഗോപി സാറ് സാമൂഹ്യ പ്രവർത്തനമൊക്കെ ചെയ്യുന്നില്ലേ? ചേച്ചിക്ക് അതുപോലെ ഒന്ന് ചെയ്തൂടെ? പിന്നെന്താ, എനിക്കും ചെയ്യണമെന്നുണ്ട് ഷീലേ. ഞാൻ അതിനെ കുറിച്ച് ആലോചിക്കുവോ? എങ്കിൽ ചേച്ചി ഒരു സഹായം ചെയ്യണം. എന്റെ ചേട്ടന് ഭയങ്കര കഷ്ടപ്പാടാന്നേ. അയ്യോ, ചേച്ചി ഒരു ഇൻഷുറൻസ് പോളിസി ചേരണം. ചേച്ചി ഒരു ഒപ്പിട്ടാ മാത്രം മതി. ഷുവർ. നിങ്ങളെയൊക്കെ സഹായിച്ചില്ലെങ്കിൽ പിന്നെ എന്റെ സാമൂഹ്യ ജീവിതം. അതെ, ഇൻഷുറൻസ് കാശ് കിട്ടാനൊന്നും അല്ല, ഷീലയ്ക്ക് ഒരു സഹായം കിട്ടട്ടെ എന്ന് മാത്രം കരുതി കാശ് ചേട്ടനോട് വാങ്ങിച്ചോ. ഇത്രയും നല്ല മനസ്സുള്ള ആൾക്കാര് വളരെ കുറവല്ലേ ചേച്ചി? ചേച്ചിയെ ദൈവം കാത്തോളൂ. ഷീലേ, ഇതിപ്പോ ഞാൻ ഷീലയെ സഹായിച്ചത് നമ്മൾ രണ്ടുപേരും അല്ലേ അറിഞ്ഞിട്ടുള്ളൂ. കുറെ കൂടി ജനങ്ങളെ അറിയിക്കുന്ന എന്തെങ്കിലും ഒരു സഹായം ചെയ്യണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്. അത് വേണം ചേച്ചി, അത് വേണം. ചേച്ചി എന്താ ഉദ്ദേശിക്കുന്നത്? അതായത് മഞ്ജു വാര്യർ നൃത്തം പഠിക്കുന്ന കുറെ പിള്ളേർക്ക് വീട് വെച്ചു കൊടുത്തു. ദിലീപ് പാവപ്പെട്ടവർക്കൊക്കെ വീട് വെച്ചു കൊടുക്കുന്നു. സുരേഷ് ഗോപി ചേട്ടൻ ആയിരക്കണക്കിന് പാവങ്ങളെ സഹായിക്കുന്നു. അതുപോലെ ചെറിയ എന്തെങ്കിലും ഒന്ന് എനിക്കും ചെയ്താൽ കൊള്ളാന്നുണ്ട്. എങ്കിൽ ചേച്ചി, പാവപ്പെട്ട ഒരു കുട്ടിക്ക് വിദ്യാഭ്യാസ ആവശ്യത്തിന് ഒരു തുക ചേച്ചി തന്നെ അങ്ങ് സംഭാവന ചെയ്യ. നമുക്കതൊന്ന് ആഘോഷമാക്കാം. അത് കലക്കി കൊടുകൈ. ഉടനെ വേണം. വളരെ പാവപ്പെട്ട ഒരു കുട്ടിയെ കണ്ടുപിടിച്ച് ഷീല കൊണ്ടുവാ. ഞാനൊരു 10,000 രൂപ കൊടുക്കാം. ന്യൂസ് ആവണം, ചാനലിൽ വരണം. ഗുഡ് ചേച്ചി. പിന്നെ ഞാനാ ഇതിന്റെ പിന്നിൽ നിന്ന് സാർ അറിയരുത്. ഒരിക്കലും ഇല്ല. എങ്കിൽ ഞാൻ RAT rat, CAT cat, MAT. അമ്മ ഈ മാറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? നിന്റെ അച്ഛനോട് ചോദിക്കടി, എനിക്ക് ഇവിടെ ഇഷ്ടം പോലെ പണിയുണ്ട്. വക്കീലെ, ചുമ്മാ നിക്കാതെ മോക്ക് എന്തെങ്കിലും പറഞ്ഞു കൊടുത്തേ. അമ്മ ഇതേ അച്ഛൻ അമ്മയുടെ മൊബൈൽ എടുത്ത് സെർച്ച് ചെയ്തോണ്ടിരിക്കുന്നു. പ്രസന്നേട്ടാ, എന്റെ കയ്യിൽ നിന്ന് കിട്ടുവേ. ഇടി, ഞാൻ നിന്റെ മൊബൈലിൽ ബാലൻസ് എത്രയുണ്ടോ നോക്കിയല്ലേ? ഞാൻ നിങ്ങളുടെ മൊബൈൽ നോക്കാറുണ്ടോ? ഇല്ലല്ലോ. അതുപോലെ എന്റെ മൊബൈൽ നോക്കണ്ട. ചുമ്മാ നോക്കിയതാടി, നീ ചൂടാകാതെ. പോയ കാര്യമല്ല നടന്നായിരുന്നു. പിന്നെ നടക്കാതെ? ഈ ഷീല ആരാ മോള്? ഞാനേ SI സാറിന്റെ വൈഫിനെ സോപ്പിട്ടങ്ങ് പിടിച്ചില്ലേ? വലിയൊരു പോളിസി അല്ലേ എടുപ്പിച്ചത്? അത് കലക്കി. നിന്റെ അമ്മ കാണും പോലൊന്നുമല്ല, ആളും ഇടിക്കുക. ചുമ്മാ പറഞ്ഞാ പോരാ, ചെലവ് ചെയ്യണം. ചെയ്യാടി കാന്താരി. ബിരിയാണി അല്ലേ? യെസ്. ചേട്ടാ, ചേച്ചിയെ സോപ്പിട്ട് ഞാനൊരു സാമൂഹിക പ്രവർത്തനം വരെ ആക്കിയപ്പോ ഒരു പ്രശ്നം പറ്റി. പുള്ളിക്കാരി ഒരു പന്ത് എന്റെ കോർട്ടിലേക്ക് ഇട്ടു. ആള് ഫുട്ബോളൊക്കെ കളിക്കൂ? അതോ ബാസ്കറ്റ് ബോളാണോ? ഈ ചേട്ടന്റെ ഒരു കാര്യം, ചേച്ചി ഒരു കാര്യം എന്നെ ഏൽപ്പിച്ചിട്ടുണ്ടെന്നാ പറഞ്ഞേ. അങ്ങനെ പറയണ്ടേ, അല്ലാതെ പന്ത് നിന്റെ കോർട്ടിലാണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാ എനിക്ക് മനസ്സിലാവോ? അല്ല, എന്തോ അവര് നിന്നെ ഏൽപ്പിച്ചത്? ചേട്ടാ, ഞാൻ അവരോട് ഒരു സാമൂഹ്യ പ്രവർത്തകയൊക്കെ ആവണമെന്ന് പറഞ്ഞു. പാവപ്പെട്ട ഒരു കുട്ടിക്ക് വിദ്യാഭ്യാസ ആവശ്യത്തിന് വേണ്ടി ഒരു 10,000 രൂപ കൊടുക്കാന്ന് അവർ സമ്മതിക്കുകയും ചെയ്തു. പക്ഷെ കുട്ടിയെ കണ്ടെത്താനുള്ള ചുമതല ഇപ്പൊ എന്നെ ഏൽപ്പിച്ചിരിക്കുക. ചേട്ടൻ അറിയാമോ ഏതെങ്കിലും പാവപ്പെട്ട കുട്ടിയെ? പിന്നെ പിള്ളേരൊക്കെ കാണും. ആണോ? പക്ഷേ
ആൾക്കാരുടെ മുന്നിൽ പാവങ്ങളാന്നൊക്കെ പറഞ്ഞ് കാശ് വാങ്ങാനേ ഇപ്പൊ മിക്കവർക്കും മടിയാ. പെട്ടെന്ന് കിട്ടാൻ പാടാ. ഡി, വല്ല കഷ്ടപ്പെടുന്ന കുട്ടികളാരെങ്കിലും നിന്റെ ക്ലാസ്സിലുണ്ടോ? കഷ്ടപ്പാടെന്ന് പറഞ്ഞാ എന്താ അമ്മേ? അയ്യോ, പൂവർ പീപ്പിൾസ്. മോളെ, ഫുഡ് കഴിക്കാൻ വരെ പ്രയാസപ്പെടുന്ന കുട്ടികൾ, അങ്ങനെ ആരെങ്കിലും ഉണ്ടോ മോളുടെ ക്ലാസ്സിൽ? ഇല്ലല്ലോ അമ്മേ. ഇനിയിപ്പൊ എന്ത് ചെയ്യും? നാളെ തന്നെ കൊടുക്കാന്നാ ചേച്ചിയോട് പറഞ്ഞത്. ഇല്ലെങ്കിൽ അവരിനി ആ പോളിസിയുടെ കാശ് അടച്ചില്ലെങ്കിലോ? ഒരു ഐഡിയ ഉണ്ട്, വർക്കൗട്ടായ വളരെ നല്ലതാ. എന്നാ പറ പ്രസന്നേട്ടാ. നമ്മളെ വീട്ടിൽ പൊന്ന് വെച്ചിട്ടേ നമ്മളതിനാടി വല്ലതിന്റെ വീട്ടിലെ മുക്കവണ്ണം തിരക്കി കിടക്കുന്നത്. ചേട്ടൻ എന്തൊക്കെയാ പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. നീ നമ്മുടെ കൊച്ചിനെ ഒരു കേറിയ കുപ്പായൊക്കെ ഇടിച്ചിട്ട് നമുക്കൊണ്ട് കാശ് വാങ്ങാടി. അതൊക്കെ പ്രശ്നമാവല്ലേ? എന്തോന്ന് പ്രശ്നം? ജോലി ഇല്ലാതെ കഷ്ടപ്പെടുന്ന ഏതെങ്കിലും പാവപ്പെട്ട വീട്ടിലെ കുട്ടിയാണെന്ന് നീ ഒരു തട്ടങ്ങ് തട്ടിയാരേ. അല്ല, സത്യം അതാണല്ലോ. എനിക്ക് പ്രത്യേകിച്ച് ജോലി കൂലിയൊന്നും ഇല്ലല്ലോ. എന്നാലും അതൊരു പ്രശ്നമാവോ? എന്തോന്ന് പ്രശ്നം? ഇടി 10,000 രൂപ കിട്ടാൻ പോകുന്നത്. മോളെ നമുക്ക് ബ്രെയിൻ വാഷ് ചെയ്തെടുക്കാം. 10 കിലോമീറ്റർ ദൂരത്തുള്ള നമ്മുടെ വീട് പോലും അവർക്ക് അറിയത്തില്ല. പിന്നെന്താണ് പ്രശ്നം? ചേട്ടന്റെ ഐഡിയ ഒക്കെ കൊള്ളാം. എന്തായാലും ഞാൻ ചേച്ചി ഒന്ന് വിളിച്ചു നോക്കാം. ചേട്ടാ, ഇത് എന്റെ ഫോണാ. ആരാന്ന് നോക്കിയേ. ഷീല. ഷീല നമ്മുടെ സ്റ്റേഷനിൽ ഷീല. ആ, നല്ല കുട്ടിയാ. ചേട്ടനല്ലേ എന്നെ ഒരു വിലയില്ലാത്തത്. അവർക്ക് എന്നോട് ഭയങ്കര ആരാധനയാ. ആ, ബെസ്റ്റ്. കട്ടായി കഞ്ചൂസ്. അല്ല, നീ എന്താ പറഞ്ഞത്? ആരാധനയെന്നോ? ആരാധിക്കാൻ നീ ആര്? സിനിമാ നടിയോ അതോ എഴുത്തുകാരിയോ അതോ സാമൂഹിക പ്രവർത്തകയോ? ചേട്ടൻ ഇപ്പൊ അവസാനം പറഞ്ഞതാണ് ഞാനിപ്പോ ആവാൻ പോകുന്നത്. സാമൂഹ്യ പ്രവർത്തക. ആ കുട്ടി എന്റെ ഉള്ളിലെ സാമൂഹ്യ പ്രവർത്തകയെ തിരിച്ചറിഞ്ഞു. എന്തോന്നൊക്കെടി നീ പറയുന്നത്? പറയാം, ഒരു മിനിറ്റ്. ആ ഷീലേ, പറ, എന്തായി? നമ്മുടെ കുട്ടിയെ കിട്ടിയോ? കിട്ടി ചേച്ചി. ഒരു പണിയില്ലാതെ തെണ്ടി നടക്കുന്ന ഒരു പാവപ്പെട്ടവന്റെ കുട്ടിയാ. ഗുഡ്, നമുക്കതാ വേണ്ടത്. അപ്പോ നമുക്ക് ഉടനെ തന്നെ ഫംഗ്ഷൻ വെക്കാം. പിന്നെ എപ്പോ വേണമെങ്കിലും വയ്ക്കാലോ ചേച്ചി. ചേച്ചി വിളിച്ചാ മതി. ഓക്കെ, എന്നാ ശരി. സുരേഷ് ഗോപിയുടെ ഈ ആരാധിക ഇനി മുതൽ അദ്ദേഹത്തിന്റെ വഴിയെ നടക്കാൻ തുടങ്ങുന്നു. നീ സിനിമയിൽ അഭിനയിക്കാൻ പോകുന്ന? അല്ല ചേട്ടാ, സാമൂഹ്യ സേവനത്തിന്. എത്രയോ കുടുംബങ്ങളുടെ കണ്ണീരൊപ്പാനുള്ള തൂവാലയുമായി ഞാനിതാ ഇറങ്ങുകയായി. അതിന്റെ ആദ്യപടിയായി ഒരു പാവപ്പെട്ട കുട്ടിക്ക് എന്റെ വക 10,000 രൂപ പാരിതോഷികം കൊടുക്കുന്നു. കുട്ടി റെഡിയായി കഴിഞ്ഞു. എന്തോന്നൊക്കെടി ഇത്? ചേട്ടൻ എതിരൊന്നും പറയരുത്. നമുക്ക് ഇവിടെ വെച്ച് തന്നെ ഈ ഫംഗ്ഷൻ നടത്താം. നമുക്ക് ഈ സമ്മാനദാനം നടത്താനേ CA ഷിജു സാറിനെ വിളിച്ചാലോ? നീ എന്നെ മുടിപ്പിക്കുമല്ലേ? ഗുഡ് മോർണിംഗ് സാർ. എന്തുവാടു ഇവിടെ കേസൊന്നുമില്ലല്ലോ. രാവിലെ തൊട്ട് ചുമ്മാ ഇരുന്ന് ബോറടിക്കുക. എന്തെങ്കിലും ഉണ്ടെങ്കിലല്ലേ നമുക്കൊന്ന് ഷൈൻ ചെയ്യാൻ പറ്റൂ. സാറിന് ഷൈൻ ചെയ്യാൻ പറ്റുന്ന ഒരു ഫംഗ്ഷൻ അറേഞ്ച് ചെയ്യുന്ന കാര്യം പറയാനാണ് ഞാൻ വന്നിരിക്കുന്നത്. അതെന്തോന്ന് ഫംഗ്ഷൻ? വല്ല മിമിക്രി പരിപാടി വല്ലതും ആണോ? അതിലും വലിയ പരിപാടി. ആണോ? അതെന്ത് പരിപാടി? എന്റെ വൈഫിന്റെ കാര്യം അറിയാലോ. സുരേഷ് ഗോപിയുടെ വലിയ ഫാനല്ലയോ. ഇപ്പോ മൂപ്പരെ പോലെ സാമൂഹ്യ സേവനത്തിന് ഇറങ്ങിയിരിക്കുക. ഓ, അവസാനം MP ഒക്കെ ആവുമ്പോ സൂക്ഷിച്ചോണം, താൻ ഒറ്റയ്ക്കായി പോവും. എന്റെ സാറേ, ഇത് ചുമ്മാ ഒരു പ്രോഗ്രാമാ. താൻ പ്രോഗ്രാം പറയടോ, കേക്കട്ടെ. അത് എന്റെ വൈഫിന് വലിയൊരു ആഗ്രഹം. ഒരു പാവപ്പെട്ട കുട്ടിക്ക് വിദ്യാഭ്യാസത്തിന് വേണ്ടി ഒരു 10,000 രൂപ കൊടുക്കണമെന്ന്. ചുമ്മാ കൊടുക്കണോ? കാശ് ഇഷ്ടം പോലെ ഇരിക്കല്ലേ? അല്ല, അതൊരു ഫംഗ്ഷനിൽ വെച്ച് കൊടുക്കണമെന്നാണ് ആഗ്രഹം. സാർ അത് നിർവഹിക്കണം. മീൻസ് പാരിതോഷിക വിതരണം. ഇത് നല്ല കാര്യം. എടോ, തന്റെ വൈഫിന്റെ കാശ് കൊടുക്കുന്നത് ഒരു കുട്ടിക്ക്, പിന്നെ എന്ത് പിണ്ണാക്കിനാടോ ഞാൻ അവിടെ വരുന്നത്? തന്റെ പെണ്ണുമ്പിള്ളക്ക് തന്നെ കൊടുത്താ പോരെ? അത് ശരിയാവില്ല സാറേ. അതെന്താ? അവള് കാശ് കൊടുത്തു കഴിഞ്ഞാൽ ചാനലിലൊന്നും വരത്തില്ല. സാറാവുമ്പോ ഒരു പേരുണ്ടല്ലോ. കാശിനെയും ചെലവാക്കണമെന്ന് തോന്നുമ്പോ ആളില്ലാതെ വിഷമിക്കരുതെന്ന് പറയണം തന്റെ പെണ്ണുമ്പിള്ളയോട്. ഞാനൊരു പാവമാണ്, കാശ് കിട്ടിയാ കൈക്കത്തൊന്നും ഇല്ലല്ലോ. അപ്പോ സാറേ, ഞാൻ ചാനലുകാരോട് പറയട്ടെ, മറ്റന്നാൾ. പിന്നെന്താ, നമുക്ക് നിർവഹിക്കാടോ. താങ്ക് യു സാർ. ഓക്കെ. ദരിദ്രയായ ഒരു പെൺകുട്ടിക്ക് 10,000 രൂപ വിദ്യാഭ്യാസ ധനസഹായം നിർവഹിക്കുന്ന സ്ഥലം CA ഷിജു ഡാനിയൽ. പാവപ്പെട്ട കുട്ടികൾക്ക് കൈത്താങ്ങാകുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. സാമൂഹ്യ സേവന രംഗത്തേക്ക് കടന്നു വന്നിരിക്കുന്ന
ശ്രീമതി കാഞ്ചന ദിനേശൻ ഏർപ്പെടുത്തിയ ഈ അവാർഡ് പാവപ്പെട്ട ഒരു കുട്ടിക്ക് നൽകാൻ കഴിഞ്ഞതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. എനിക്ക് സന്തോഷം. ശ്രീമതി കാഞ്ചനയെ ഈ തരുണത്തിൽ ഞാൻ അനുമോദിക്കുകയാണ്. ഓ താങ്ക് യു. മാഡം. സുരേഷ് ഗോപി സാറാണ് എനിക്ക് ഈ കാര്യത്തിന് പ്രചോദനമായത്. അതെയോ? ഈ കുട്ടിയുടെ ഇനിയുള്ള പഠനം മുഴുവൻ ഏറ്റെടുത്ത് നടത്താൻ ഞാൻ ആഗ്രഹിക്കുന്നു. അതിന്റെ ആദ്യ ഗഡുവാണ് ഈ കൊടുത്ത 10,000 രൂപ. അയ്യോ, സമയം ഒരുപാടായി. എനിക്ക് നീ 2-3 ഇടത്തൂടെ പൈസ കൊടുക്കാൻ. ഇറങ്ങണോ സാർ? അല്ലല്ല, കടം മേടിച്ച പൈസ തിരിച്ചു കൊടുക്കാൻ. ഇല്ലെങ്കിൽ അവന്മാരുടെ കിളുത്താക്കി പിടിക്കും. പോട്ടെ. ശശി, വണ്ടിക്കൂലി കിട്ടില്ല, പിടിക്ക്. കൂടെ വിട്ടോ അല്ലേ കിട്ടൂല. എന്താണ് ഒരു മൂഡ് ഔട്ട്? എന്നാലും ചേട്ടാ, നമ്മൾ ചെയ്ത് തെറ്റായി പോയില്ലേ? ഒന്ന് വിളിച്ചു പറഞ്ഞാലോ? സംഭവമൊക്കെ തെറ്റ് തന്നെ. എന്നാലും പെട്ടെന്നൊരു പാവപ്പെട്ട കുട്ടിയെ കിട്ടാതെ വന്നപ്പോ സ്വന്തം കുട്ടിയെ കൂട്ടിയാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് മനസ്സിലാവും. പിന്നെ ജോലിയില്ലാതെ തെണ്ടി നടക്കുന്ന ഒരച്ഛന്റെ മകളെന്ന് പറയുന്നതും ശരിയാണ്. 100% ശരിയാ. ഇനി ബാക്കിയുള്ള എല്ലാ പണിയും ഒറ്റക്ക് അങ്ങോട്ട് എടുത്താൽ മതി കേട്ടോ. ആ അയ്യടാ, എങ്കിലേ ഇതും ഞാൻ മാത്രം ചെയ്താ മതി. ആ, ഞാനൊന്ന് വിളിച്ചു നോക്കട്ടെ. അയ്യോ, ആരിത്? ഷീലയോ? പ്രോഗ്രാം ടിവിയിൽ കണ്ടില്ലേ? ഓ ചേച്ചി, ഒരുപാട് പേര് വിളിക്കുകയും ചെയ്തു. ഇതൊക്കെ ഷീല കാരണമാ. താങ്ക് യു ഷീല. ചേച്ചി, ഞാൻ അല്ല, പാർട്ടിയുടെ കാര്യമല്ലേ? പാർട്ടി ഉടനെ നടത്താം. ഡോണ്ട് വറി. അതല്ല ചേച്ചി, ഒന്നും തോന്നരുത്. ഞാനൊരു മണ്ടത്തരം കാണിച്ചു. പാവപ്പെട്ട കുട്ടികളെ ആരും കിട്ടാത്തത് കൊണ്ട് അവസാനം ഞാൻ എന്റെ സ്വന്തം കുട്ടിയെ തന്നെ കൊണ്ടുവന്നത്. ഞങ്ങളും പാവങ്ങളാണല്ലോ. അയ്യോ, എന്റെ ഷീലെ, സത്യാണോ? എനിക്ക് വേണ്ടി ഷീല എന്തൊക്കെ ത്യാഗം സഹിക്കുന്നു. താങ്ക് യു ഷീല. പിന്നെ എനിക്കും ഒരു അബദ്ധം പറ്റി. അയ്യോ, എന്ത് പറ്റി ചേച്ചി? ആ കൊച്ചിന്റെ കവറിൽ ഇട്ടുകൊടുത്ത കാശ് മുഴുവൻ ഡ്യൂപ്ലിക്കേറ്റ് നോട്ടാ. അത് ഷീലയുടെ കൊച്ചാണെന്ന് കരുതിയിട്ടല്ല. ആ നോട്ടൊക്കെ ഒന്ന് കത്തിച്ചേക്കണേ. എന്താ ഷീല? കടുവയെ കിടുവ പിടിച്ചു ചേട്ടാ.